സർവദോഷങ്ങളും തീർത്ത് സമാധാനവും ഐശ്വര്യവും തരണേ. എന്റെ കൃഷ്ണേട്ടനെ എന്റെ അടുത്തേക്ക് നയിക്കണേ ദേവി മഹാമായേ. എന്തൊക്കെയാ അഞ്ജലി കാണിക്കുന്നേ? ക്ഷേത്രത്തിലെ തിരുമേനി പറഞ്ഞിട്ടാ പ്രസാദേട്ടാ. ഞങ്ങൾ ഒരുപാട് തവണ പറഞ്ഞു, എന്നിട്ടും കൂട്ടാക്കാതെയാ വലിയച്ചി. ഇങ്ങനെ ചെയ്ത എല്ലാ ദോഷങ്ങളും മാറിപ്പോകുമെന്ന് തിരുമേനി പറഞ്ഞായിരുന്നു. അത് കേട്ടിട്ട് ഈ സാഹസം. വാ, തിരുമേനിയെ കാണാം. സൂക്ഷിച്ച്. കഴിഞ്ഞു തിരുമേനി. കുട്ടിക്ക് കുറച്ച് പ്രയാസങ്ങളുണ്ടായെങ്കിലും ദേവീ പ്രീതി ഉറപ്പായും കിട്ടിക്കഴിഞ്ഞു. വരൂ, ഇനി വേണം ഈ വിളക്ക് കൊളുത്താൻ. ദേവി, 2 കാര്യങ്ങളെ എനിക്ക് നിന്നോട് അപേക്ഷിക്കാനുള്ളൂ. ഒന്ന്, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി, അവരുടെ സന്തോഷകരമായ ജീവിതം. രണ്ടാമത്തേത്, എൻ്റെ കൃഷ്ണൻ. എൻ്റെ കൃഷ്ണനെ നീ എൻ്റെ അരികിലേക്ക് അയക്കണം. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ, ആഗ്രഹങ്ങൾക്ക് ഫലം ഉണ്ടാകട്ടെ. കുടിക്കാൻ കുറച്ച് വെള്ളം വാങ്ങിയിട്ട് വാ, വല്ലാതെ ദാഹിക്കുന്നു. അഞ്ജലി, സ്വന്തം ആരോഗ്യം പരിഗണിക്കാതെ ഇത്ര കഠിനമായ വ്രതങ്ങൾ അനുഷ്ഠിക്കണമായിരുന്നോ? എന്തിനായിരുന്നു ഇതൊക്കെ? ഒരുപാട് ഭയത്തിന് നടുവിൽ ജീവിക്കുന്നവരാ ഞാനും എൻ്റെ കുട്ടികളും. അവരുടെ രക്ഷ ഒരു വലിയ വിഷയമാണ്. വ്യക്തിപരമായി പ്രസാദേട്ടൻ അറിയാത്ത കുറേ കാര്യങ്ങൾ എനിക്കുണ്ട്. പ്രസാദേട്ടനോട് അതൊക്കെ പറയാൻ ഇപ്പം എനിക്കാവില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നം തകർന്ന ദിവസമാണ് ഇന്നലെ. അതിൻ്റെ വേദനയിൽ ഞാൻ എല്ലാം ഏറ്റെടുത്തതാണ്. ഇന്നലെ തകർന്നു പോയ എൻ്റെ സ്വപ്നം എന്താണെന്ന് എന്നോട് ചോദിക്കരുത്.
എനിക്കത് പറയാനാവില്ല. ഇല്ല, ഞാനൊന്നും ചോദിക്കുന്നില്ല. എപ്പോഴെങ്കിലും എന്നോട് പറയണമെന്ന് തോന്നുമ്പോ അഞ്ജലിക്ക് അത് പറയാം. പിന്നെ അഞ്ജലിക്ക് അനുജത്തിമാർക്കും അച്ചൂട്ടനും ഞാനൊരു അന്യനല്ല. നിങ്ങളെ അഗാധമായി ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായി തന്നെ എന്നെ കാണണം. അഞ്ജലിക്കും കുടുംബത്തിനും എന്താവശ്യം ഉണ്ടായാലും, എന്ത് പ്രശ്നം നേരിട്ടാലും അതെന്നോട് പറയണം. കുടുംബത്തിൽ ഒരാളായി തന്നെ ഞാൻ അതിന്റെ പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കും. എന്നെ വിശ്വസിക്കും. കൊള്ള പൂജാരി, പൂജ പുണ്യാഹം എന്നൊക്കെ പറഞ്ഞ് താൻ എന്നെ ആ പ്രേതാത്മാവിനെ കൊണ്ട് കൊല്ലിക്കാൻ നോക്കിയല്ലേ? ഞാനെന്ത് ചെയ്തെന്നാ സാറേ പറയുന്നേ? താനൊന്നും ചെയ്തില്ലല്ലേ? അല്ലെങ്കിലും താനൊക്കെ പണ്ടേ ആ സുഭദ്രയുടെ ആളാ അല്ല? എന്തുദ്ദേശിച്ച താൻ എന്റെ അമ്മയുടെ അടുത്ത് വന്ന് മഹാരുദ്ര ഹോമം നടത്തണമെന്ന് പറഞ്ഞത്? എന്നെ നശിപ്പിക്കാനോ അതോ നന്നാക്കാനോ? ഏതായാലും എന്നെ നന്നാക്കാനല്ല എന്ന് എനിക്ക് മനസ്സിലായി. ആ സുഭദ്രയുടെ പ്രേതാത്മാവിന് മുന്നിലേക്ക് എന്നെ എറിഞ്ഞു കൊടുക്കുകയായിരുന്നു താൻ. താൻ അതിനു വേണ്ടിയുള്ള പൂജയാണ് നിർദ്ദേശിച്ചതും നടപ്പിലാക്കിയതും. അയ്യോ, ഒരിക്കലും അങ്ങനെയൊന്നുമല്ല. കവടിപ്പലയിൽ പ്രശ്നവശാൽ തെളിഞ്ഞത് നിങ്ങളുടെ മകൻ നിങ്ങളുടെ കണ്ണുവെട്ടത്തിനടുത്ത് തന്നെ ഉണ്ടെന്ന്. അങ്ങനെ കണ്ണുവെട്ടത്ത് നിൽക്കുന്ന മകൻ കൈപ്പിടിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പൂജയായിരുന്നു അത്. അന്ന് ചെയ്ത പൂജയിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായും മകൻ നിങ്ങളുടെ അടുത്ത് തന്നെ എത്തും. അതിലൊരു സംശയമില്ല എനിക്ക്. എന്നാൽ എനിക്ക് സംശയമുണ്ട്. അന്ന് വന്നത് എന്റെ മകനല്ല, അവന്റെ അമ്മയാണ്. അവന്റെ അമ്മയുടെ പ്രേതാത്മാവ്. ഇതാ തന്നെ കാണുന്ന അത്രയും വ്യക്തമായി തന്നെ ഞാൻ അവളെ കണ്ടു. ഒരു തവണയല്ല, 2 or 3 തവണ. ഇപ്പോഴും അവൾ എന്റെ ചുറ്റുവട്ടത്ത് എവിടെയോ ഉണ്ട്. വെറും പ്രേതമായിട്ടല്ല, മജ്ജയും മാംസവുമുള്ള സ്ത്രീയായിട്ട്. ഇനി താൻ പറയണം അവൾ എവിടെയാണെന്ന്. എനിക്കെങ്ങനെ അവളെ കാണാൻ പറ്റും? പറയാൻ പറയണോ? അയ്യോ, എന്നെ കൊല്ലരുത്. എനിക്കതൊന്നും പറയാൻ കഴിയില്ല. ഞാനൊരു പാവം പൂജാരിയും ജ്യോത്സ്യനും മാത്രമാ. പ്രശ്നം വെച്ച് ഫലം പറയാനേ അറിയൂ. അല്ലാതെ പ്രേതാത്മാക്കളുടെ ഗതി പ്രവചിക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. പിന്നെ ആരെ കൊണ്ട് കഴിയും? എനിക്കറിയണം അവൾ എവിടെ ഉണ്ടെന്ന്. എവിടെ ഉണ്ടെങ്കിലും അവളെ എനിക്ക് തളയ്ക്കണം. പറ, ആരെ കൊണ്ട് കഴിയും അവളെ കാണിച്ചു തരാൻ? ആരെ കൊണ്ട് കഴിയും അവളെ കാഞ്ഞിരത്തിൽ തറയ്ക്കാൻ? അല്ലെങ്കിൽ തന്റെ തലയിൽ ആണി അടിച്ച് കഴിച്ച ഞാൻ. അയ്യോ, അതിപ്പോ ഞാൻ ആലോചിച്ചിട്ട് ഒരാളെ കൊണ്ടേ കഴിയൂ. കരകാണ്ടൻ നാഞ്ചിനാക്കത്ത് മാത്രം. സത്യമാ ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം നടത്തിത്തരാൻ ആ കൊടും വനത്തിലെ നാഞ്ചിനായ്ക്കർ സ്വാമിക്കേ കഴിയൂ. നിങ്ങൾ ആ സ്വാമിയെ പോയി കാണ്. സ്വാമി ഒരു പരിഹാരം പറഞ്ഞു തരും. ഒന്നുകിൽ നേരിട്ട് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ തളയ്ക്കാനോ ഉച്ചാടനം ചെയ്യാനോ. എന്നെ അങ്ങ് വെറുതെ വിട്, ഞാൻ പൊക്കോട്ടെ. പൊയ്ക്കോ. തിരിഞ്ഞു നോക്കാതെ വേണം പോവാൻ.
അല്ലെങ്കിൽ പുറകിന്ന് വണ്ടി കയറ്റി കൊന്നുകളെ ഞാൻ. അയ്യോ അയ്യോ വേണ്ട, ഞാൻ തിരിഞ്ഞു നോക്കൂല. അയ്യോ അയ്യോ, സാറെന്തിനാ എന്നെ നോക്കുന്നേ? ഞാനല്ല കരകാണ്ട നാഞ്ചി നായ്ക്കർ, അയാളങ്ങ് കൊടും കാട്ടില്ല. അയാള് കാട്ടില്ല, നമ്മള് നാട്ടിലും. പണ്ടത്തെ പോലെ നമ്മൾ രണ്ടുപേരും നാട് വിട്ട് കാട് കയറും, കരകാണ്ട നാഞ്ചി നായ്ക്കറെ കാണാൻ. അയ്യോ എന്റെ അയ്യപ്പ സ്വാമിയെ, എന്നെ കൊണ്ടൊന്നും വയ്യ. അന്ന് കടിച്ച പാമ്പിന്റെ വിഷം ഇന്നും എന്റെ ചോരയെ കൂടെ ഒഴുകുക. ഇനിയും ഞാൻ ആ കാട് കയറിയാൽ ഒന്നും സംഭവിക്കില്ല. നിന്നെ ഞാൻ ഈ കൊണ്ട് നടക്കുന്നത് ഇടയ്ക്കൊക്കെ പാമ്പിന്റെയും പഴുതാരയുടെയും കടിയിൽ നിന്ന് എനിക്ക് പ്രൊട്ടക്ഷൻ കിട്ടാനാ. നീ വരൂ എന്റെ കൂടെ. വന്നില്ലെങ്കിൽ ടയറി കെട്ടി ഡിക്കിയിലിട്ട് കൊണ്ടുപോകും നിന്നെ ഞാൻ. മനസ്സിലായോടാ? വാസി, വാസി, ഛേ, ഓരോരോ വേസ്റ്റ്. നീ ഇവിടെ കിടന്ന് ചത്തോ, ബ്ലഡി ഇഡിയറ്റ്. ഈ നമ്പർ കൊള്ളാം. വീഴുമ്പോ കുറച്ച് ഇടിവോ ചതവോ വരുന്നേ ഉള്ളൂ, എന്നാലും പാമ്പ് കടി കൊള്ളണ്ടല്ലോ. സ്വാമിയേ ശരണോയ്യപ്പ. ഇനി നടരാജ വണ്ടി തന്നെ. സ്വാമിയേ അയ്യപ്പോ, അയ്യപ്പോ സ്വാമിയേ. അല്ല, ഇതിപ്പോ എന്താ സംഭവിച്ചത്? സത്യം പറ. ചന്ദ്രൻ ഇങ്ങനെ ആരോട് യാതൊന്നും പറയാതെ എങ്ങോട്ട് ഇറങ്ങി പോകുന്ന ആളല്ലല്ലോ. എനിക്കും അതാ മനസ്സിലാവാത്തെ. ജംഗ്ഷനിൽ ഒരു സിഗരറ്റ് വാങ്ങിക്കാൻ പോയാൽ പോലും പറഞ്ഞിട്ട് പോകുന്ന ആളാ. ഇതിപ്പോ പകല് മുഴുവൻ കഴിഞ്ഞ് രാത്രിയായിട്ടും എവിടെയാ ഏതാന്നൊന്നും അറിഞ്ഞൂടാന്ന് വെച്ചാ. അച്ഛനെ കണ്ടു നിങ്ങള്? ഇല്ലമ്മേ, ആള് ഒരിടത്തും ഇല്ല. ഷേ, എന്ത് കഷ്ടമാണെന്ന് നോക്ക്. നിങ്ങൾ എവിടെയൊക്കെ പോയി? എല്ലായിടവും കവർ ചെയ്തോ? സിറ്റിയിൽ മുഴുവനും അരിച്ചു. ബസ് സ്റ്റാൻഡിലും പാർക്കിലും വരെ നോക്കി, കണ്ടില്ല. എന്റെ തൃപ്പങ്ങോട്ട് മഹാദേവ, ഞാൻ ഇനി എന്ത് ചെയ്യും? എനിക്കൊരു സമാധാനവും തരാതെ ഒരു മനുഷ്യൻ ഒന്ന് പറഞ്ഞ് രണ്ടിനിറങ്ങി പോയതാണല്ലോ. ശ്ശോ, എന്തൊരു തലവിധിയാണെന്ന് നോക്ക്. എന്താ എന്തുപറ്റി? എന്താ എല്ലാരും ഇവിടെ കൂടി നിൽക്കുന്നേ? അച്ഛനെ കാണാനില്ല. ഉച്ചയ്ക്ക് പോയതാ, ഇതുവരെ വന്നില്ല. കാണാനില്ലേ? എന്താ കൊച്ചുകുട്ടിയാണോ പെട്ടെന്ന് കാണാതായി പോവാൻ? ആ മൊബൈൽ ഫോൺ എടുത്തൊന്ന് വിളിച്ചു നോക്കിയാ പോരായിരുന്നോ? അപ്പൊ അറിയാലോ. അതൊക്കെ കഴിഞ്ഞു. ഫോണൊന്നും എടുക്കാതെ കക്ഷി പോയിരിക്കുന്നു. ഓഹോ, അങ്ങനെയാണെങ്കിലേ വയറിന് എന്താ അസുഖം ഉണ്ടെന്നല്ലേ രാവിലെ പറഞ്ഞത്? ഇനി അത് കാണിക്കാൻ വല്ല ഹോസ്പിറ്റലിലും പോയതായിരിക്കും. വയറിന് അസുഖം എന്നൊക്കെ വെറുതെ പറഞ്ഞതാ. ആളിന് നല്ല മനപ്രയാസമുണ്ട്. ഇന്നലെ രാത്രി മുതല് അതിന്റെ ഒരു വല്ലായ്മയിലായിരുന്നു. എന്തിനാ മനപ്രയാസം? എന്തുണ്ടെങ്കിലും പറഞ്ഞാ പോരെ? അത് തന്നെ. ഈ മനപ്രയാസം എന്ന് പറയുന്നത് അമ്മയ്ക്ക് അറിയാവുന്ന വിഷയമല്ലാണോ? എങ്കിൽ പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നേ. അതെ, അമ്മ പറ, കേക്കട്ടെ ഞങ്ങള്. ഒന്നുമില്ല. അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. അത് ഞാൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല മനുഷ്യൻ. ഈ ലോകത്ത് പരിഹാരങ്ങളില്ലാത്ത വിഷയങ്ങളുണ്ടോ അമ്മേ? അല്ലെങ്കിൽ മനപ്രയാസം ഉള്ളവരൊക്കെ ആരോടും പറയാതെ എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി പോകാറാണ് ചെയ്യുക. ഇവിടെ ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നതേ 10-50 വയസ്സ് കഴിഞ്ഞൊരു മനുഷ്യന് 5 വയസ്സായ LKG UKG കുട്ടിയല്ല. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. ഇവിടെ സിറ്റിയിൽ ഒരിടത്തും ഇല്ലാത്ത സ്ഥിതിക്ക് ആളങ്ങ് തൃപ്പങ്ങോട്ടേക്ക് മടങ്ങിപ്പോയി കാണുമെന്നാ എനിക്കൊരു സംശയം. തൃപ്പങ്ങോട്ടേക്കോ? അതും അമ്മ ഇവിടെ ഉള്ളപ്പോഴോ? ഓ, അതില് വലിയ കാര്യമൊന്നുമില്ല. അച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോ. ദേഷ്യം വന്നാലും സങ്കടം വന്നാലും ഇന്നതേ ചെയ്യൂന്നൊന്നുമില്ല.
ചിലപ്പോ തൃപ്പങ്ങോട്ട് പോയാലുമായി. അതും ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാ. ശരി, ഒരു കാര്യം ചെയ്, നിങ്ങൾ ഒന്നുകൂടെ ഇവിടെ ഒന്ന് അന്വേഷിക്കുക. ആ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കയറി നോക്ക്. ഇപ്പൊ തന്നെ ഞാനൊന്ന് തൃപ്പങ്ങോട്ടേക്ക് പോവാം. അപ്പൊ ആ സംശയം അങ്ങ് തീർന്നു കിട്ടുമല്ലോ. മോനെ, ഈ രാത്രിയില് അത് സാരമില്ലമ്മേ, ഇപ്പൊ തിരിച്ച വെളുക്ക് മുമ്പ് തന്നെ അങ്ങ് എത്തും. മുരളി ഹരിയും ഒന്ന് കറങ്ങി നോക്ക്. അമ്മ വിഷമിക്കൊന്നും വേണ്ട. അച്ഛൻ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ കണ്ടുപിടിച്ച് കൊണ്ടുവന്നിരിക്കും. അത് വാക്കാ. എന്റെ ദേവി, അമ്പലമുറ്റത്ത് വെച്ച് ആ മനുഷ്യൻ രാധയോട് ചെയ്തത് ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളാ. ഈ കാലം അത്രയും എന്റെ മോൻ നൊന്ത് അന്വേഷിച്ചു നടന്ന കുട്ടിയാ. ദൈവമായിട്ടായിരിക്കും അവളെ ഞങ്ങളുടെ മുന്നിൽ തന്നെ കാണിച്ചത്. കൃഷ്ണനെയും രാധയും കൂട്ടിയോജിപ്പിക്കേണ്ട സമയമായിരുന്നു അത്. പകരം ഒരിക്കലും കൂടിച്ചേരരുതെന്ന് ചന്ദ്രേട്ടൻ പ്രതിജ്ഞ എടുപ്പിച്ചു. കൊടുംദ്രോഹം. പക്ഷേ ആ മേഘനാഥന്റെ ദുഷ്ടത വിചാരിക്കുമ്പോ അങ്ങേര് ചെയ്തത് തെറ്റല്ല. മക്കൾക്ക് ആപത്ത് വരാൻ ആരെങ്കിലും വഴിവെക്കോ? ഇല്ല. കൃഷ്ണന്റെ ജീവിതം നമുക്ക് വലുത്. അതിലും വലുതൊന്നുമല്ല അവന്റെ പ്രേമവും മണ്ണാങ്കട്ടയും. ആ പ്രേമം തകർന്നതിന്റെ പേരില് അച്ഛൻ തെറ്റുകാരനാവുകയില്ല, ഉറപ്പാ. എന്റെ കൃഷ്ണ, ഈ ജന്മത്തിലെന്നല്ല വരും ജന്മങ്ങളിലെല്ലാം നിന്നോടൊത്ത് ജീവിക്കാൻ ആഗ്രഹിച്ചവളാണ് ഞാൻ. പക്ഷെ അന്ന് ആ ദുർദിനത്തില് എനിക്ക് നിന്നെ പിരിയേണ്ടി വന്നു. അത് പക്ഷെ നിന്നെ പിരിയാൻ വേണ്ടി ആയിരുന്നില്ല, എന്നെങ്കിലും നിന്നോടൊത്ത് ജീവിക്കാൻ വേണ്ടി, ഈ ജീവൻ രക്ഷിച്ചു നിർത്താൻ വേണ്ടിയായിരുന്നു. പിന്നെ എത്ര പ്രതിജ്ഞ എടുത്താലും, ഏത് ദുഷ്ടന്റെ ഭീഷണിയുടെ മുൾമുനയിലൂടെ സഞ്ചരിച്ചാലും എനിക്ക് നിന്നെ മറക്കാനാവില്ല എന്നതാണ് സത്യം. വിധി കയ്യിലേൽപ്പിച്ച എന്റെ കുഞ്ഞുങ്ങൾ എന്റെ ചുമതലയും കടമയുമാണ്. പക്ഷേ എന്റെ സ്വത്ത് അത് നീയാണ്. എന്റെ സർവസ്വവും നീ തന്നെ. ഇനിയുള്ള ജീവിതകാലത്ത് ഞാൻ കൃഷ്ണേട്ടനെ കാണുകയോ കൃഷ്ണേട്ടന്റെ വഴിയിൽ കടന്നു വരികയോ ചെയ്യില്ല. സത്യം, സത്യം, സത്യം. പക്ഷെ എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും നിന്റെ ജീവന് ഭീഷണി ഉണ്ടാവാൻ പാടില്ല. ആ മേഘനാഥന്റെ പക നിന്റെ മേൽ പതിഞ്ഞ് നീ നശിക്കാൻ ഇടവരരുത്. അതുകൊണ്ട് മാത്രം ഞാൻ നിന്റെ ഓർമ്മ എന്നിൽ നിന്നും പറിച്ചു മാറ്റുകയാണ്. എന്റെ പ്രണയം നിനക്ക് ഭീഷണിയാകുമെങ്കിൽ, എന്നോട് ഒത്തുചേർന്നാൽ നിന്നെ ശത്രുക്കളെ ലക്ഷ്യം വെക്കുമെങ്കിൽ, നിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തും. എന്ന് നീയാണ്, നീ മാത്രമാണ് എന്റെ ലോകം. ആ ലോകം ഇല്ലെങ്കിൽ പിന്നെ ഞാനും ഇല്ല. ഇനി നിന്നെ എന്റെ കൺമുന്നിൽ നിന്ന് മാറ്റി ഞാൻ എന്റെ ലോകത്ത് തന്നെ പൊതിഞ്ഞു മൂടി വെക്കുന്നു. ഗുഡ് ബൈ, ഗുഡ് ബൈ ഫോർ എവർ. അതെ, ഇനിയും ഞാനിവിടെ നിന്നാ ശരിയാവില്ല. അഞ്ജലി ആണെങ്കിൽ മുറി തുറക്കുമെന്ന് തോന്നുന്നുമില്ല. അതെ, നമ്മളും കരുതിയതല്ല സീതമ്മേ, വീട്ടിലെത്തിയിട്ട് വലിയച്ചി ഇങ്ങനെ മുറി കയറി വാതിലടച്ചിരിക്കുമെന്ന്.
ഇതിപ്പോ ഉള്ളിൽ എന്തോ വലിയ വിഷമമുണ്ട്. അതാ ഇങ്ങനെ ചെയ്യുന്നേ. എന്ത് വിഷമം? ഇവിടെ നിന്ന് അമ്പലത്തിലേക്ക് പോകുമ്പോ ഈ വിഷമം ഉണ്ടായിരുന്നില്ലല്ലോ. രാവിലെ മുതൽ നല്ല സന്തോഷത്തിലുമായിരുന്നു. അമ്പലത്തിൽ വെച്ച് എന്തോ സംഭവിച്ചത്. വല്ലാതെ മനസ്സിനെ വിളിക്കുന്ന എന്തോ അവിടെ നടന്നിട്ടുണ്ട്.